എത്ര ശതമാനം മൈൻഡ് പവർ സാധാരണ രീതി ഉപയോഗിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ശതമാനം മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ യോഗയ്ക്കും ധ്യാനത്തിനും സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്, നമുക്ക് ഞാൻ ഇന്ന് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം, അതിശക്തമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതിശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ നമ്മുടെ മാനസിക ശക്തി പോലും അതിന് സഹായിക്കും. അത് പറയുക എഫർമേഷൻ എന്ന് പറയും, സങ്കല്പം കൊടുക്കുക. ഈ സങ്കല്പം ശക്തിപ്പെടുന്നപ്പോഴാണ് മൈൻഡ് പവർ വർദ്ധിപ്പിക്കുമ്പോൾ. മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ യോഗയെപ്പോലെ മറ്റു വേറെ സംവിധാനം ഇല്ല ധ്യാനവും. ഇപ്പോൾ 5 പതിറ്റാണ്ട് 50 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു കാലയളവാണ്. അപ്പോൾ നമ്മൾ വളരെ അടുത്ത് നിന്ന് ആളുകളെ നിരീക്ഷിച്ചിട്ട് നമുക്ക് ലോകത്തിൻ്റെ ഒരു ഗതി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പണ്ടുള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഇപ്പം അതിഭയങ്കരമായി അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ, ടെൻഷൻസ് ഒക്കെ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ യുവാക്കളാണ് ഇപ്പം കൂടുതലായിട്ട് യോഗ പരിശീലനത്തിന് വരുന്നത്. യോഗ പരിശീലനത്തിന് ഈ മാനസിക സംഘർഷം അല്ല ഡിപ്രഷൻ ഇതിലൊക്കെ യുവാക്കളാണ്. യോഗ പഠിക്കണമെന്ന് വിചാരിച്ച് കൂടുതലായി വരുന്നത് കുറച്ച് പ്രായം ചെന്നവർ, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 40 വയസ്സിൻ്റെ മേലോട്ടൊക്കെ ഉള്ള ആളുകളാണ് യോഗ സാധാരണ രീതിയിൽ പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പം ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും സ്ട്രെസ് കൊണ്ടില്ലേ, അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നാൽ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് യുവാക്കളാണ് കാണുന്നത്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ സ്ട്രെസ് അനുഭവപ്പെട്ട് ജോലിയിൽ നിന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ പോലും വരാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചെറുപ്പക്കാരാണ്. സാധാരണമായിട്ടിരിക്കുന്ന യോഗ എന്ന ശാരീരിക മാനസിക സ്വസ്ഥതയ്ക്ക് കിട്ടണം, എനിക്ക് ഭാവിയിൽ പ്രയാസമില്ലാത്ത അവസ്ഥ വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് അധികം കണ്ടത് 40 വയസ്സിൻ്റെ മേലോട്ടൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതൽ കാണുന്നത്. ഇപ്പം അതേപോലെ നമ്മൾ ധാരാളം യോഗ അഭ്യാസ മുറകളുണ്ടല്ലോ, പ്രത്യേകിച്ചും സൂര്യ നമസ്കാരം പോലുള്ള, അപ്പം അതുപോലെ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ. അതിലേറ്റവും കൂടുതൽ നമുക്ക് ഇഫക്റ്റീവായി ഓരോന്നാണ് എങ്കിലും സാധാരണ ജീവിതത്തിൽ ആൾക്കാർക്ക് ഡെയിലി ചെയ്യാവുന്നത് ഈ പ്രാണായാമവും സൂര്യ നമസ്കാരവുമാണോ? സാധാരണ ഇപ്പോൾ ഒരു തിരക്കുള്ള ഒരാളായിരിക്കാം, അപ്പോൾ അവർക്കിപ്പോൾ നമ്മൾ യോഗ ഇങ്ങനെ ചെയ്ത് ഒരു മണിക്കൂറോ 3/4 മണിക്കൂറൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അവർക്ക് ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളത് സൂര്യ നമസ്കാരവും പ്രാണായാമം, കുറച്ച് വിശ്രമാവസ്ഥ. അപ്പോൾ വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ അവർക്ക് ചെയ്ത് തീർക്കാം. കാരണം സൂര്യ നമസ്കാരം തന്നെ 7 ആസനങ്ങൾ ഒരു കോമ്പിനേഷനാണ്, കൂടിച്ചേരില്ല. അപ്പം 7 ആസനങ്ങൾ ഗുണം സൂര്യ നമസ്കാരത്തിൽ കിട്ടുന്നുണ്ട്. അത് കൂടാതെ സൂര്യ നമസ്കാരത്തിൽ നിന്ന് സൂര്യനാഡി, നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലിൻ്റെ വലത് ഭാഗത്ത് പിങ്കള എന്ന നാഡിയുണ്ട്, ഇടത് ഭാഗത്ത് ഇടനാഡിയുണ്ട്, മധ്യത്തിൽ സുഷുപ്ന. ഈ വലത് ഭാഗത്ത് നാഡിക്കാണ് സൂര്യനാഡി എന്ന് പറയുന്നത്, ഇടത് ഭാഗത്ത് ചന്ദ്രനാഡി. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പം സൂര്യനാഡീനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും, ഉത്തേജിപ്പിക്കും. അപ്പോൾ എന്തുണ്ട്, ആ വ്യക്തി ശരിക്കും പറയുകയാണെങ്കിൽ വളരെ എനർജറ്റിക് ആയിത്തീരും. ഇപ്പോൾ ശരിക്കും പറയാൻ നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സൂര്യ നമസ്കാരം നിർബന്ധമായിട്ട് പരിശീലിക്കണം, ഒരിക്കലും അലസത വരില്ല. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യാൻ തന്നെ ചെറിയ സമയം മതി. നമുക്ക് ഒറ്റ റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യാൻ 20 സെക്കൻഡ് മതി. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു 6 തവണയോ 12 തവണയോ സൂര്യ നമസ്കാരം ചെയ്യാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ ചെറിയ സമയം കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുക, ഒരു പ്രാണായാമം ചെയ്യുക, ചെറിയ വിശ്രമം കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എടുത്താലും മതി. അത്യാവശ്യം നമുക്ക് ശരീരത്തിനും മനസ്സിനും കിട്ടും. ഇനി നല്ല സമയമുള്ള ഒരാൾക്ക് കുറച്ചുകൂടി സമയമുണ്ട്, അരമണിക്കൂർ കുറച്ച് ആസനങ്ങൾ കൂടി, നിന്നിട്ട് ചെയ്യാവുന്ന 2 ആസനം, കിടന്നിട്ട് ചെയ്യാവുന്ന 2 ആസനം, ഇരുന്നിട്ട് ചെയ്യാവുന്ന 2 ആസനം, പ്രാണായാമം ഏതെങ്കിലും ഒന്ന്, വിശ്രമാവസ്ഥ അരമണിക്കൂർ കൊണ്ട് ചെയ്യാം. ഇനി അല്ല ഒരാൾക്ക് 45 മിനിറ്റ് ഉണ്ട്, അല്ല 1 മണിക്കൂറുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ആസനങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പോൾ സമയം സ്വസ്ഥമായിട്ടിരുന്ന് യോഗ ചെയ്യുക. അത് ഓരോ വ്യക്തിക്കും എത്രത്തോളം അവർക്ക് സമയം അനുവദിക്കാൻ പറ്റുന്നോ അതിനനുസരിച്ചുള്ള രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മളിതിനൊരു ക്യാപ്സ്യൂൾ ഉണ്ടാവുമല്ലോ, ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ ഇത്ര സെറ്റ് എന്നുള്ള രീതിയിലാണ്. സൂര്യ നമസ്കാരം മിനിമം നമുക്ക് എത്ര സെറ്റ് ചെയ്യാൻ പറ്റും? സാധാരണ രീതിയിൽ സമയമുള്ള ഒരാൾക്കാണ് 12 തവണ, അതായത് 6 പെയർ എന്ന് പറയും, 12 തവണ ചെയ്താൽ ഒരു വ്യക്തിക്ക് വേണ്ട അത്യാവശ്യം ചെയ്യേണ്ട അവസ്ഥ വരും. ഇനി അഥവാ അത്ര സമയമില്ല, 6 തവണ ചെയ്യുക, അങ്ങനെയാണ്. അത് അത്രയും സമയം ആവശ്യമുള്ളൂ, ചെറിയ സമയം ആവശ്യമുള്ളൂ. ഒരു 6 തവണ അല്ല 12 തവണ, അതാണ് കുറച്ചുകൂടി സാധാരണ രീതിയിൽ ഉത്തമം. ഓക്കെ. അതേപോലെ പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും യോഗ എൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ, അതൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം യോഗയുടെ എപ്പോഴും യോഗ പരിശീലിക്കുന്ന ആളാണ്. അതെപ്പോഴും അദ്ദേഹം പുറത്ത് കാണിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെയാണ്. അങ്ങനെ അതൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതുണ്ട്. ഇപ്പം മോഡിജി ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ്.
അദ്ദേഹത്തിന് ഗുരുവൊക്കെ ഉണ്ട്. യോഗയിൽ അഗാധമായ അനുഭവം കിട്ടിയ വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ധ്യാനം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയൊരു മഹാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ യോഗാദിനം എന്നുള്ള സംഭവം UN അവതരിപ്പിക്കാനൊക്കെ അവസരം വന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. ലോക രാഷ്ട്രങ്ങൾ മുഴുവനും കൈനീട്ടി സ്വാഗതം ചെയ്തല്ലേ യോഗയെ. അതല്ലേ ഇന്ന് യോഗയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം. അത് ശരിക്കും നമുക്ക് ഭാരതത്തിൻ്റെ വലിയൊരു നേട്ടമാണ്, മോഡിജിയുടെ ഒരു വലിയ സംഭവം തന്നെയാണ്. ഞങ്ങളെല്ലാവരും അതിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. ശരി, നമസ്തേ. അതുപോലെ തന്നെ യോഗ ഡേ പറഞ്ഞതുപോലെ ലോകത്ത് ആകമാനം ഇത് ആചരിക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ പ്രത്യേക യോഗ പരിശീലനങ്ങളൊക്കെ ഉണ്ട്. ഈ യോഗ ഡേ UN പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായ മാറ്റം എന്താണ്? യോഗ ഡേ പ്രഖ്യാപിച്ചതിന് ശേഷം ലോകമെമ്പാടും യോഗ വേണമെന്നുള്ള കാഴ്ചപ്പാട് വന്നു. അതുവരെയും യോഗയെ വേണ്ട സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുന്ന രാജ്യങ്ങൾ പോലും യോഗയെ കൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് പ്രത്യേകത. ഇപ്പം പല സ്ഥലങ്ങൾ, പല രാജ്യങ്ങൾ പോലും യോഗയെ വേണ്ടത്ര സ്വീകരിക്കാത്ത രാജ്യങ്ങൾ പോലും യോഗയെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അവർക്ക് വേണമെന്നുള്ള ചിന്താഗതി വന്നു. ഇനി നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലും മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഒക്കെ തന്നെ ഒന്നുമില്ലേ യോഗ ഡേ ആചരിക്കുന്നുണ്ട്. വലിയൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ യോഗ ഇന്ന് നിത്യജീവിതത്തിൽ അത്യന്തം ആവശ്യമാണെന്നുള്ള ബോധം ജനങ്ങളിലേക്ക് വന്നു. അത് വലിയൊരു മാറ്റമാണ് വന്നത്. ഈ യോഗയെ ഹിന്ദു മതവുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ എല്ലാ മതക്കാർക്കും യോഗ പരിശീലിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ അതിലുണ്ടോ? ശരിക്കും യോഗ ഒരു 4 കെട്ടിൻ്റെ അകത്ത് അല്ലെ 4 ചുമരിനുള്ളിൽ ഒതുക്കേണ്ടതല്ല. ഇത് മാനവ സമൂഹത്തിന് ഉപകരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഋഷികളും യോഗികളൊക്കെ ഒരിക്കലും ഇത് ഇന്ന സമൂഹത്തിന് അല്ല ഇന്ന വിഭാഗങ്ങൾക്ക് ഇന്ന വർണ്ണം ഇന്ന ജാതി അന്നും വകതിരിച്ചിട്ടില്ല. നമ്മൾ വാചകം തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തെന്ന്, ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്ക് സുഖമായി തീരട്ടെ എന്നാണ്. ഇത്ര മഹത്തായ ഒരു സന്ദേശം വേറെ ഏതാണുള്ളത്. അപ്പോൾ യോഗയുടെ കാഴ്ചപ്പാട് ലോകത്തിലെ സകല ജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമായി തീരട്ടെ. അതായത് ഇത് പ്രാർത്ഥനകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് അസതോമ സദ്ഗമയ, ഈ പ്രാർത്ഥന എന്താ? അസത്തിൽ നിന്ന് സത്തിലേക്ക് ഗമിക്കട്ടെ. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഗമിക്കട്ടെ. അതിൻ്റെ അർത്ഥം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൈനീട്ടി സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ആർക്കും ഇത് നിഷേധ്യമല്ല ശരിക്കും. ഇപ്പോൾ യോഗശാസ്ത്രം ഇന്ന് ഒരുപാട് ആളുകൾ, നാനാ മതക്കാർ, നാനാ ജാതി ഉള്ള ആൾക്കാർ യോഗയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ അസുഖം മാറാനും കൂടി ആയിരിക്കും ഒരുപക്ഷെ. എന്തായാലും അത് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇത് ഭാരതത്തിൽ നിന്നുണ്ടായതാണ്, ഋഷികളിലൂടെ വന്നതാണ്, യോഗിയിലൂടെ വന്നതാണ് എന്ന എല്ലാ മാനവ സമൂഹത്തിനും ഇത് ഉപകരിക്കും. ഇപ്പോൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. നമ്മളിപ്പം മോട്ടിവേഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പുതിയതായിട്ട് കൂടുതൽ യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് ആകൃഷ്ടരാണ്. യുവാക്കളല്ല, എല്ലാവരും അതിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട്. കാരണം അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നേടിത്തരാൻ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനെ ധ്യാനം ചെയ്യുക. അതിന് യോഗ എത്രമാത്രം സഹായിക്കും? സ്വയം ഒരു മോട്ടിവേഷന്, അതേപോലെ നമ്മൾ ഒരു ലക്ഷ്യം കണ്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഊർജ്ജത്തിന്, ആ ലക്ഷ്യം എത്തിപ്പിടിക്കുന്നതിന് അതിനൊക്കെ എന്തുമാത്രം യോഗ സഹായിക്കും? അതായത് യോഗ കൃത്യമായി പരിശീലിക്കുന്ന വ്യക്തിക്ക്, നമ്മൾ പ്രാണായാമവും ധ്യാനവും പരിശീലിക്കുന്ന വ്യക്തിക്ക് ചെറിയ സമയം മതി. നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പാക്കാനുള്ള ശക്തി നമുക്ക് ആർജിക്കാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ചലനങ്ങളില്ലാതെ വരിക, മനസ്സ് ശാന്തമായിരിക്കുക. ഈ സമയത്ത് ചിന്ത വളരെ കുറയും. ഈ ചിന്ത കുറയുന്ന സമയത്ത് നമ്മൾ ശരിക്ക് തലയുടെ ഉൾഭാഗത്തു നിന്ന് പോകുന്ന വൈദ്യുത തരംഗങ്ങളുണ്ട്, അത് ബീറ്റാ തരംഗത്തിലേക്ക് മാറും. ബീറ്റാ തരംഗത്തിൽ നിന്ന് ആൽഫയിലേക്കൊക്കെ മാറും. ബീറ്റ സാധാരണ ലെവല്, ആൽഫ കുറച്ചുകൂടി ശാന്തമായ അവസ്ഥ വരും. അതിൻ്റെയും ശാന്തമായ അവസ്ഥ ഉണ്ട്, തീറ്റ ഡെൽറ്റയൊക്കെ. അപ്പോൾ ഈ ആൽഫയിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് ആൽഫ മൈൻഡ് പവർ. ആ സമയം നമ്മുടെ ശരീരം സ്വസ്ഥായിരിക്കും, മനസ്സ് ശാന്തമായിരിക്കും, ചിന്തകൾ എണ്ണം കുറയും. ഇതിനാണല്ലോ നമുക്ക് ഏകാഗ്രത എന്ന് പറയുന്നത്. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് യോഗയും ധ്യാനവും വളരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ശരീരം ചലനങ്ങളില്ലാതിരിക്കുന്നത്, മനസ്സ് ശാന്തമായിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് വർക്ക് ചെയ്യും. ഉപബോധ മനസ്സിന് വർക്ക് ചെയ്യിക്കാൻ സാധിച്ചോ, നമ്മുടെ നിർദ്ദേശങ്ങൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് സഫലമായി തീരും. അത് നമ്മുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കും.
നമ്മൾ എത്ര ശതമാനം മൈൻഡ് പവർ സാധാരണ രീതി ഉപയോഗിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ശതമാനം മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ യോഗയ്ക്കും ധ്യാനത്തിനും സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്, നമുക്കൊരു ഞാൻ ഇന്ന് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം, അതിശക്തമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്, അതിശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ നമ്മുടെ മാനസിക ശക്തി പോലും അതിനെ സഹായിക്കും. അത് പറയുക എഫർമേഷൻ എന്ന് പറയും, സങ്കല്പം കൊടുക്കുക. ഈ സങ്കല്പം ശക്തപ്പെടുന്നപ്പോഴാണ് മൈൻഡ് പവർ വർദ്ധിപ്പിക്കുമ്പോൾ. മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ യോഗയെപ്പോലെ മറ്റു വേറെ സംവിധാനം ഇല്ല ശരി, ധ്യാനവും. അപ്പം യുവാക്കൾക്കായാലും കുട്ടികൾക്കായാലും ശരി ഇത് വളരെ ആവശ്യമാണ്. ഇപ്പം ആളുകളൊക്കെ ഈ ഒരു ലക്ഷ്യം എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുക കുട്ടികൾ, അവർ അങ്ങനെയാണ് സമൂഹം പരിശീലിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്തരം അതൊരു ക്യാപ്സ്യൂള് പോലെയാണ്, അതിനുവേണ്ടി അങ്ങയുടെ അടുത്ത് വരുന്നുണ്ട് വരാറുണ്ട്. നമ്മൾ ഉദാഹരണമായിട്ട് ഒരു പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന കുട്ടിയാണ്, PSC അല്ലെങ്കിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇതില്ലേ മെഡിക്കലിനോ എൻട്രൻസിനൊക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ചെറിയ പാക്കേജാണ് കൊടുക്കുക. അതിൽ ആസനങ്ങൾ വരും, പ്രാണായാമം വരും, കുറച്ച് സമയം യോഗനിദ്ര നല്ല ഡീപ്പിലേക്ക് പോകാതെ ചെറിയ സമയം, മൊത്തത്തിൽ ഒരു അരമണിക്കൂർ ചെയ്യേണ്ട പാക്കേജാണ് കൊടുക്കാറുള്ളത്. അത് പരീക്ഷ വിജയിക്കാറുണ്ട് പലരും. എല്ലാവരും എന്നല്ല, അവർ ചെയ്യുന്നതിൻ്റെ അളവിനനുസരിച്ച് താല്പര്യത്തോടുകൂടി ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ വിജയം കിട്ടാറുണ്ട്. പല കുട്ടികളും ഈ മാനസിക സംഘർഷം കൊണ്ടൊക്കെ കോളേജൊക്കെ കട്ടായ കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ പരീക്ഷയ്ക്കൊക്കെ അടുത്ത് വരുമ്പം മാനസിക പ്രയാസം, ഉത്കണ്ഠ, ആങ്സൈറ്റി ഒക്കെ വന്നിട്ട് ഉദ്ദേശ ഫലം വരൂലാന്ന് തോന്നുന്ന ആൾ അവർ വരാറുണ്ട്. അവരൊക്കെ നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട്, നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പം ദൂരത്തുനിന്ന് ആളുകൾക്ക് വിളിക്കാറുണ്ട്, മറ്റേ ഓൺലൈനിൽ കൂടി തന്നെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അവർക്കും നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ കോഴിക്കോടാണ് നമ്മുടെ സ്ഥാപനം. മലപ്പുറത്തൊക്കെ ഉള്ള കുട്ടികൾ പരീക്ഷയുടെ അടുപ്പിച്ച് ആങ്സൈറ്റി ഒക്കെ വർദ്ധിച്ചിട്ടൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ആ സമയത്ത് ഓൺലൈനിൽ കൂടി തന്നെ ക്ലാസ് കൊടുത്ത് പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ലോകത്ത് എമ്പാടുമുള്ള എവിടെ നിന്നും ആളുകൾ വിളിച്ചാൽ ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കും. അത് അവരെ ആവശ്യം അനുസരിച്ച് അവർക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. ലോകത്തിലെ പല ആളുകളും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കേസുകൾ നമുക്ക് നേരിട്ട് കാണേണ്ട കേസുകളുണ്ടാകും. അപ്പോൾ അത് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ അവരോട് തപോവനത്തിലേക്ക് വരാൻ പറയും, വന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ചില കേസുകളുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ആചാര്യനെ ബന്ധപ്പെടേണ്ടത്? എങ്ങനെ ബന്ധപ്പെടേണ്ടത്? ഇവിടേക്ക് വിളിച്ച ഓഫീസിൽ ഇവിടെ സംവിധാനമുണ്ട്, തപോവനത്തിൽ നമ്മുടെ ഓഫീസുണ്ട്. അതിൽ പിന്നെ അത് കൂടാതെ വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് pyrc.org, അതിൽ വിളിക്കാനുള്ള സംവിധാനമുണ്ട്. കൂടാതെ ഓഫീസ് ഫോണുണ്ട്, ഇമെയിലുണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ടിട്ട് വന്ന് ചില രോഗങ്ങൾക്കൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യം വരും. ചിലതൊക്കെ നമുക്ക് കാണാതെയും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അധികം നേരിട്ട് വരുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. നമ്മൾ മലയാള സിനിമയിൽ മോഹൻലാൽ ഒരവസരത്തിൽ മോഹൻലാലിന് ഒരു ആവശ്യം വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഞാൻ അന്ന് ഫോണിൽ കൂടിയാണ്, അന്ന് കോവിഡ് കാലത്തായത്, പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ട് അതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് എറണാകുളത്ത് നിന്ന് നേരിട്ട് ബന്ധപ്പെടാനും പറ്റിയിട്ടുണ്ട്.